ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പോൾ കേരളം മെയിൻ ആയിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് പാമ്പ് ശല്യം എന്ന് പറയുന്നത് അല്ലേ. ഇപ്പൊ എവിടെ നോക്കിയാലും പാമ്പാണ്, എങ്ക பார்த்தாലും പാമ്പ്. നമ്മളൊന്ന് രാവിലെ ഒന്ന് എഴുന്നേറ്റ് മൊബൈലൊക്കെ എടുത്ത് വല്ല ഇൻസ്റ്റയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് എടുത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആദ്യം വരുന്ന സംഗതി ഇത് തന്നെയായിരിക്കും. ഇന്നലെ ഒരാളെ ഇന്ന സ്ഥലത്ത് വെച്ച് പാമ്പ് കടിച്ചു, ഇന്നലെ ഒരാൾ ഇന്ന സ്ഥലത്ത് പാമ്പ് കടിച്ച് മരിച്ചു. ഇതായിരിക്കും നമ്മൾ ആദ്യം അതിനകത്ത് കാണുന്നുണ്ടാവുക. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ, ഇത്തരത്തിൽ പാമ്പ് ശല്യം നമ്മൾ നേരിടുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്തായാലും യൂസ്ഫുൾ ആകുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. സോ എനിവേ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന തരത്തിലുള്ള കണ്ടന്റ്സ് എല്ലാം നിങ്ങൾക്ക് യൂട്യൂബിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നേക്പീഡിയ എന്നാണ്. അപ്പോൾ ഇത് പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഐക്കാർഡിലും എൻഡ് സ്ക്രീനിലൊക്കെ കൊടുത്തേക്കാം. ഈ 4 സ്ഥലങ്ങളിൽ ഞാൻ ഇതിന്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ ഇവിടെ ലൊക്കേഷൻ പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, അലോ കൊടുക്കുക. ഞാനിവിടെ വൈൽ യൂസിംഗ് ആപ്പ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ലൊക്കേഷൻ പെർമിഷൻ അലോ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവുക. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതിൽ ഒന്നാമതായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഡേഞ്ചറസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈലി വെനമസ് ആയിട്ടുള്ള, അതായത് കൊടും വിഷമുള്ള അല്ലെങ്കിൽ കൂടുതൽ അപകടകാരികളായിട്ടുള്ള പാമ്പുകളെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഇതിലൂടെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓരോ പാമ്പിന്റെ ചിത്രത്തിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പാമ്പിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് മലയാളത്തിൽ തന്നെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ മലയാളം വേണ്ട, ഇംഗ്ലീഷ് മതിയെങ്കിൽ ഇംഗ്ലീഷിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇംഗ്ലീഷ് വരും. അപ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് എന്ത് ചെയ്യാം, വായിച്ച് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഹാംലെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അധികം അപകടകാരികളല്ലാത്ത, അധികം വിഷമില്ലാത്ത പാമ്പുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇതിലും ഓരോ പാമ്പിന്റെ ചിത്രത്തിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പാമ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, വായിച്ച് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഈ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ലുക്കലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനാണ്. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ പാമ്പുകളെ പോലെ കുറെ പാമ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ മനുഷ്യന്മാരുടെ കേസിൽ തന്നെ ഒരാളെ പോലെ 7 പേരുണ്ടാവുന്നതാണല്ലോ. അപ്പൊ അതേപോലെ പാമ്പുകളുടെ കേസിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പാമ്പുകളൊക്കെ നമുക്ക് ഈ ഒരു ഓപ്ഷനിലൂടെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ പിന്നീട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പ്രഥമ ശുശ്രൂഷ എന്ന നിലയ്ക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് ഇതിലൂടെ വായിച്ച് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി അഞ്ചാമത്തെ ഓപ്ഷനാണ് ഈ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ആശുപത്രികളിലാണ് ASV ചികിത്സ അഥവാ ആന്റി സ്നേക്ക് വെനം ചികിത്സ ലഭ്യമായിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവുക. ഇവിടെ നിങ്ങൾക്ക് ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് സെലക്ട് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. അതായത് ഓരോ ജില്ല ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ആ ജില്ലയിൽ ഏതൊക്കെ ആശുപത്രികളിലാണ് ASV ചികിത്സ ലഭ്യമായിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ അതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഈ നിയർ ബൈ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞിട്ട് മുകളിൽ ഒരു ഓപ്ഷൻ കാണുന്നില്ലേ, അവിടെ ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആന്റി സ്നേക്ക് വെനം ചികിത്സ ലഭ്യമായിട്ടുള്ള ഹോസ്പിറ്റൽസിന്റെ എല്ലാം ലിസ്റ്റ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പോരാത്തതിന് ഓരോ ഹോസ്പിറ്റൽസിന്റെയും കോൺടാക്ട് നമ്പേഴ്സും താഴെ കൊടുത്തിട്ടുണ്ടാവും, ഇമെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങളുടെ ലൊക്കേഷന് എത്ര ദൂരം അകലെയാണെന്നുള്ളതും അവിടെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, സോ അപ്പോൾ എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണിത്. ഇനി ആറാമത്തെ ഓപ്ഷൻ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റെസ്ക്യൂവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനാണ്. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള പാമ്പ് പിടുത്തക്കാരുടെ കോൺടാക്ട് നമ്പേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ജില്ല സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ജില്ല ഏതാണോ ആ ജില്ല നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ജില്ല സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ജില്ലക്കകത്തുള്ള ഒട്ടുമിക്ക പാമ്പ് പിടുത്തക്കാരുടെയും കോൺടാക്ട് നമ്പേഴ്സ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ ഈ ലിസ്റ്റിലെ ഏഴാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് ഈ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ASV എന്നുള്ളത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പോൾ എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാനും മറക്കണ്ട. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരുപാട് പാമ്പ് ശല്യം കൂടിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സിറ്റുവേഷനിൽ യൂസ്ഫുൾ ആകുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. സോ അപ്പോൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിന്റെ ലിങ്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് അവരോടും ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറയാന്നുള്ളതാണ്. സോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.